ഇങ്ങനെ ആ പൂനിലാവും മാഞ്ഞുപോയി. താജുൽ ഉലമാ ഉള്ളാൾ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകൻ സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ, ഖുറാത്തങ്ങൾ എന്നറിയപ്പെടുന്ന ആ മഹാനുഭാവൻ ഇന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ കടന്നു പോകുന്ന സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്കറിയാം ആലിമിന്റെ മരണം അത് ലോകത്തിന്റെ മരണമാണ്. കാരണം നമുക്കൊരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തണൽ കൊള്ളാൻ തണൽ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നത് പോലെ മഹാന്മാരുടെ അടുക്കലേക്ക് ഒരു തണൽ കൊള്ളാൻ നമ്മൾ കടന്നു ചെല്ലുന്നത്. എന്നാൽ ആ തണൽ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സഹോദരങ്ങളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഖുറാത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന മഹാപണ്ഡിതനായിരുന്നു. ആ നാവിന് വല്ലാത്ത മഹത്വ അസറുള്ള നാവായിരുന്നു. പ്രിയപ്പെട്ടവരെ, വായിക്ക് ഇജാബത്തുള്ള ഒരു തങ്ങളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കാവിയാറിച്ച് തപ്പിയൊഴിച്ച് ക്ഷീണിച്ച് ആശ്രയിച്ച് പറഞ്ഞിട്ടില്ല. ആരും ചിക്കനുണ്ടാക്കി. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ എന്താണ് ബഹുമാനങ്ങളും ഇന്നെല്ലാം എന്താണ് ഇംഗ്ലീഷ് കുറിച്ച കാലമാണ്. ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ്. അപ്പം രണ്ട് ചെറുപ്പക്കാണ്. നിങ്ങൾ എന്താണ് ഏത് സമയത്തും ഞാൻ നിങ്ങൾ പോകേണ്ടതാണ്. ഒരു നിമിഷം കിട്ടാൻ കഴിഞ്ഞാൽ ഈ ഒരു നിമിഷത്തിലാണ് പറയുന്ന കാണുന്നത് കേൾക്കുന്ന എല്ലാ കാര്യത്തിലും നോക്കിക്കൊള്ളണം, നിസ്കരിച്ചു കൊള്ളണം, അതുപോലെ ജക്കാത്ത് കൊടുത്തുകൊള്ളണം, കൈകളൊക്കെ പരിശീലിച്ചുകൊള്ളണം, ബഹുമാനിക്കുന്നവരെ ബഹുമാനിച്ചു കൊള്ളണം, ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവിൽ ബഹുമാനിക്കണം, ബഹുമാനിക്കപ്പെടേണ്ട മാസത്തിൽ ബഹുമാനിക്കണം. ഇതെല്ലാം അള്ളാഹുവിന്റെ നിയമമാണ്. ഒരു ഇന്ത്യ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഒരു സംഘടന നിയമമാണെന്ന് എന്താണെന്ന് പോകാം. പക്ഷേ അള്ളാഹുവിന്റെ നിയമത്തെ മറിയുന്ന കഴിഞ്ഞാൽ പരിധി വിട്ട് പുറത്തു പോയാൽ അള്ളാഹുവിന്റെ സഹായമോ ഔലിയാക്കന്മാർ അവരെ ഒരു നോക്കണം. അവരെ ശ്രദ്ധിക്കണം. ഇതിന് വളരെ മോശമായ അന്തരീക്ഷമാണ്. നമുക്ക് ഇന്ന് വരുന്ന മുഴുവൻ മാരകമായ രോഗങ്ങൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയത്ത് എന്തും എന്താണ് നമുക്കൊരു നിമിഷമേ ഉള്ളൂ. ഒരു നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ദൃഢമായി നിലപാടുള്ളത് അറിയുന്നത്. നമ്മളൊന്നും കേട്ടത് നിങ്ങൾ എവിടെ വെച്ച് മാർഗം ഓണം ഏത് സ്ഥലത്ത് വെച്ച് കൊടുക്കും, എപ്പോഴും കൊടുക്കും, ഇങ്ങനെ കൊടുക്കണം നമുക്ക് വിളിക്കണം. മനസ്സിലായ വളരെ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഓടിക്കുള്ളതല്ല ചെയ്യുക. മാനമുള്ള മോഹിനികളെ എല്ലാ റഹ്മത്താണ്. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കെല്ലാം കാണുന്നുണ്ട് റഹ്മത്താണ്. മാനമുള്ള മോഹിനികളെ നിങ്ങളൊന്ന് അരബിയിലേക്ക് പോയി ഗർഭത്തിലേക്ക് പോയി നോക്കി കണ്ണില്ലാത്തവരുണ്ട്, കണ്ണിന്റെ കാഴ്ചയില്ല, രണ്ട് കൈകാലില്ലാത്തവരുണ്ട്. അവരെപ്പോലെ നോക്കുമ്പോൾ ഞങ്ങൾ അള്ളാഹു എത്ര സിഫത്ത് ചെയ്യാൻ ആലോചിക്കണം. കണ്ണിന്റെ കാഴ്ചയില്ല, അവരെ കാഴ്ച കിട്ടിയാൽ അവർ സന്തോഷത്തിലായിരിക്കും. രണ്ട് കൈയില്ല, രണ്ട് കാലില്ല. എനിക്കും നിങ്ങൾക്കും കൈ കാണുന്നുണ്ട്. എത്ര അനങ്ങൾക്ക് അള്ളാഹു ശ്രദ്ധിക്കില്ല മതിയാവോ? അള്ളാഹ് ഒരു നിമിഷമേയുള്ളൂ. ഒരു നിമിഷം എനിക്ക് അള്ളാഹ് ഏത് നിലവും ചെയ്യാം, എങ്ങനെ ചെയ്യാം. അല്ല ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്താലോ ആരെ ശിക്ഷിക്കുന്നത്?
ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തിനോട് വിട പറയുന്നതിന് മുമ്പ് തന്റെ മുന്നിൽ കേൾക്കാനെത്തിയ തടിച്ചുകൂടിയ തന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് അവസാനം പറഞ്ഞുകൊടുത്തതും മരണത്തെ പറ്റിയായിരുന്നു. തന്റെ മരണത്തെ അവസാന നിമിഷത്തെ കാലേ കൂട്ടി കണ്ടതുപോലെ തന്റെ മുന്നിൽ നിരന്നിരിക്കുന്നവരോട് മരണത്തെപ്പറ്റി ഓർമ്മിപ്പിച്ച് അവരുടെ ഹൃദയത്തിലേക്ക് മരണചന്ത കൊടുത്തിട്ട് അവസാന പ്രഭാഷണവും പറഞ്ഞിട്ട് മഹാനവറുകൾ ഈ ലോകത്തിനോട് യാത്രയായത്. അതങ്ങനെ തന്നെയാണ്. മഹാന്മാർക്കൊക്കെ അവസാനം മരിക്കുന്നതിന് മുമ്പ്, കണ്ണടയുന്നതിന് മുമ്പ് കണ്ണിന്റെ മുന്നിൽ മരണത്തെ കാണിച്ചു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പിന്നാലെ നബിതങ്ങളുടെ ഹൗലിന്റെ കരയിൽ അവരും നമുക്കും ഒരുമിച്ച് പോയിരുന്ന് ഹൗലുൽ കൗസർ വാങ്ങാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെത്ര അമലുകളും അതുപോലെ തഖ്വയൊന്നും നമുക്കുമില്ല. എന്നാലും അല്ലാഹുവേ പടച്ചവനെ, നിങ്ങൾക്ക് അല്ലാഹുവേ സ്വർഗത്തോട് വല്ലാത്ത ആഗ്രഹമാ പടച്ചവനെ, നീ തന്ന് അനുഗ്രഹിക്കണേ.